മണ്ണ് ചുമന്നു. അച്ഛനൊക്കെ അവിടെ കടപ്പുറത്ത് നിന്ന് മണ്ണ് വാരി പുറകില് രാത്രിയും പോകല് പണിക്ക് പോയി കഴിഞ്ഞ് വന്നാൽ മണ്ണ് വാരി ചാക്കിലാക്കി ആ ചാക്കിൽ ചുമന്ന് പൊയിലെല്ലാം ഇന്ന് സാധാരണക്കാരെല്ലാം നിയമം പഠിച്ചു കഴിഞ്ഞു. എന്താണ് വഖഫ് നിയമം, എന്താണ് ഇത് ഉണ്ടായതെന്നും എന്താണ് ഇതിൻ്റെ വശങ്ങളെന്നും ഏത് കാരണത്താൽ നമ്മളെ ബാധിക്കുമെന്നുള്ള വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ സാധാരണക്കാർ മത്സ്യത്തൊഴിലാളികൾ പഠിച്ചു കഴിഞ്ഞു. കാരണം നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. അപ്പോൾ കൂടുതൽ അവസരങ്ങളിലേക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ അധ്വാനിച്ച് നമ്മുടെ വിയർപ്പ് തുള്ളികൾ ഏറ്റുവാങ്ങിയ ഈ മണ്ണ് ഒരു കാരണവശാലും നമുക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ല. നമ്മുടെ മണ്ണാണ്. നമ്മളുടെ വിയർപ്പും ചോരയും തുള്ളിയും എല്ലാം നമ്മളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം വളർത്തിയ മണ്ണ് ഒരിക്കലും ഒരു വിരുദ്ധ ശക്തികൾക്കും ഇവിടെയല്ലെങ്കിലും ഇതിനെ സംരക്ഷിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തയ്യാറായി നിൽപ്പുണ്ട്. അത് നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം വഖഫിന്റെ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ആരെയും അവിടെ നിന്ന് ഇറക്കി വിടാനൊന്നും പറഞ്ഞിട്ടില്ലെന്ന്. പറയണ്ട, നമുക്കൊരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മുടെ റവന്യൂ ആവശ്യങ്ങൾ പുനഃസ്ഥാപിക്കണം. എന്തുകൊണ്ട് ഇവർക്ക് സാധിക്കുന്നില്ല? ആർക്കാണ് സാധിക്കാത്തത്? എല്ലാവരും വേട്ടക്കാരൻ പല റോളുകൾ എടുക്കുകയാണ്. വഖഫിന്റെ റോൾ എടുക്കുകയാണ്, ചിലപ്പോ രാഷ്ട്രീയക്കാരുടെ റോൾ എടുക്കുകയാണ്. പലരും എല്ലാവരും വന്നിങ്ങനെ പതിയെ നമ്മളോട് മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് വേട്ടക്കാരനല്ല ഞാൻ വേട്ടക്കാരനല്ല, മറ്റുള്ള ആളുകളാണ് വേട്ടക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ ഈ വിഷയം എത്തിച്ചു കഴിഞ്ഞാൽ ഇത് വഖഫല്ല എന്ന് 100% അറിയാം. വഖഫല്ലാത്ത ഭൂമി വഖഫാണെന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളുടെയും എല്ലാം അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ഗതികേട് വന്നത്. അപ്പൊ ആ ബഹുമാനപ്പെട്ട കോടതിയെ ഈ വിഷയം അവതരിപ്പിക്കാനുള്ള അടിയന്തരമായ നീക്കുപോക്കുകൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നവര്, നമ്മുടെ പ്രദേശം ഭരിക്കുന്നവര്, രാഷ്ട്രീയക്കാര് ഉൾപ്പെടണം. മീൻ പിടിക്കാൻ പോയിന്നിട്ട് കുറെ ആളുകൾ ചിലപ്പോൾ മീൻ പിടിക്കും. മീൻ പിടിക്കാൻ പോയിരിക്കുകയാണ്. മീൻ പിടിക്കാൻ പോയിന്നിട്ട് ആരെങ്കിലും മീൻ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇറങ്ങി മീൻ പിടിക്കണ്ടേ? പല ആളുകളും ഈ സമരത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഇത് വർഗീയ ശക്തികൾക്ക് വളരാനുള്ള മണ്ണാക്കി നമ്മൾ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട്. നമ്മളേതെങ്കിലും വർഗീയ ശക്തികൾ ഇടപെട്ടാൽ അതിനനുസരിച്ച് നിൽക്കുന്ന ആളുകളാണോ? നീ നമ്മുടെ മോനാണ്, നമ്മുടെ മണ്ണാണ്. നിന്റെയൊക്കെ നേതൃത്വത്തിൽ നിന്റെ ഞാൻ വിളിക്കണത് നിങ്ങളൊന്നും വിചാരിക്കണതാ. ഞാനവരുമായിട്ട് അത്രയും ബന്ധങ്ങളുള്ളതുകൊണ്ടാണ്. SCYM-ലുള്ള എല്ലാ പ്രവർത്തകരും അങ്ങനെയായിരുന്നു. ഒരു കുടുംബം പോലെ. എൻ്റെ കുഞ്ഞിനെ തലോടിയിരിക്കുന്നത് ഈ അലക്സാണ്ടർ പാട്ടിന്റെ കുഞ്ഞിനെ തലോടി ഞാനാണ്. എൻ്റെ കുഞ്ഞിനെ തലോടിക്കുന്നത് AD ഫ്രാൻസാണ്. ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇവരെല്ലാവരും ഞങ്ങൾ കുടുംബ ബന്ധങ്ങളാണ്. ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ നമ്മുടെ സ്വന്തം പ്രശ്നമായിട്ട് എടുക്കും. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കത് കാണാൻ കഴിയില്ല. കാണുമോ? ആരുടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളൊന്ന്. അവിടെ നമുക്ക് ഈ സമരം ഉയർത്തിയ വലിയൊരു മാനുഷിക മൂല്യമുണ്ട്. നമ്മളെല്ലാവരും വിവിധ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ആവശ്യത്തിന് വേണ്ടി ഇന്നത്തെ കാലഘട്ടത്തിൽ പോരാടുന്നു എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നമുക്ക് ജാതിയുണ്ടോ, മതമുണ്ടോ, മറ്റു ചിന്തകളൊന്നുമില്ല. നമുക്ക് റവന്യൂ ആവശ്യങ്ങൾ വെറും നിസ്സാര കാര്യങ്ങളാണുള്ളത്. ഇവരെല്ലാം ഭയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഭയമാണ് മെയിനായിട്ടുള്ളത്. ഇവിടെ രാജ്യം ഭരിക്കുന്നവരും രാഷ്ട്രീയക്കാരും ഭയപ്പെടുകയാണ്. പലരെയും ഭയപ്പെടുകയാണ്. ആ ഭയത്തിന്റെ മറവിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആരെയൊക്കെയോ ഒരു ഭയപ്പെടുന്നു. സാധാരണക്കാരെ അവർ ശ്രദ്ധിക്കുന്നില്ല. എന്നോടൊരു പ്രധാനപ്പെട്ട ഒരു നേതാവിനോട് പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യനാണ്, നിങ്ങൾ കേരളത്തിലെ ജനസംഖ്യ അനുപാതം നോക്കുമ്പോൾ നിങ്ങൾ എത്ര % ഉണ്ട്? അദ്ദേഹം തന്നെ ഒരു 13%. കറക്റ്റാണെന്ന് എനിക്കറിയാം സാറേ. പക്ഷേ ഞങ്ങൾ എതിർക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങൾ അവർക്ക് മിണ്ടാത്ത അവരുടെ എത്ര % ഉണ്ട്? അപ്പോൾ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് ഇന്ന് രാഷ്ട്രീയക്കാർ അവരുടെ നയങ്ങൾ രൂപീകരിക്കപ്പെടുന്നത്. അപ്പം നമ്മളൊക്കെ ആരായി? നമ്മുടെ ഓരോ വോട്ടുകളും മേടിച്ചുകൊണ്ടാണ് അധികാരത്തിൽ ഓരോരുത്തരും വരുന്നത്. വിലയേറിയ വോട്ടുകൾ, ജനാധിപത്യത്തിന്റെ മൂല്യമുള്ള വോട്ടുകൾ. അപ്പോൾ വോട്ട് ചെയ്ത് നമ്മൾ ആരായി? ശതമാനക്കണക്കിനനുസരിച്ചിട്ടാണ് രാജ്യത്തെ വികസനം നടപ്പാക്കുന്നതെങ്കിൽ അല്ലേ, സമൂഹത്തിലെ നീതി നിഷേധിക്കപ്പെട്ടവർ, പിന്നോക്ക വിഭാഗങ്ങള്, ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ടവര്, ഇവരെല്ലാവരുടെയും അവസ്ഥ എന്തായിരിക്കും സ്ഥിതി?
ന്യൂനപക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യം നൽകുന്ന എല്ലാ അധികാരങ്ങളും കൈയടക്കുന്ന ആളുകളും നമ്മുടെ പ്രദേശത്തുണ്ട് അല്ലേ? അവരും എനിക്ക് തോന്നുന്നു വേട്ടക്കാരൻ അല്ല എന്നുള്ള രീതിയിൽ ഇവിടെയും സന്ദർശിച്ചു എന്നാണ് എൻ്റെ വിചാരം അല്ലേ? സന്ദർശിച്ചിട്ടുണ്ട്. അവരൊന്നും വേട്ടക്കാരല്ല. ആരും ഒന്നും പ്രശ്നമില്ല, ആരും ചെയ്യുന്നില്ല, ആരോ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ്. അപ്പൊ കബളിപ്പിക്കപ്പെട്ട ഒരു ജനതയായി നമ്മൾ മാറുകയാണ്. ആ കബളിപ്പിക്കലിന് നമ്മുടെ സംഘാതമായ മുന്നേറ്റത്തിന് ഒരു ശക്തിക്കും നമ്മളെ തടയാൻ സാധിക്കില്ല. നമ്മുടെ സുനാമി വന്നപ്പോൾ കണ്ടു, ഞാനന്ന് ഇവിടെ വന്നിരുന്നു. ഫിറ്റ്സിലിയോലിയ സമയം അന്ന് ഇവിടെ എല്ലാം ആളൊഴിഞ്ഞ് എല്ലാവരും നമ്മുടെ സ്കൂളിലെല്ലാം കയറി, വളരെ കുറച്ച് ആളുകൾ അന്ന് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? ആ സുനാമിയുടെ ഒരു തിരയുണ്ട്. ആ സുനാമിയുടെ തിരയേക്കാൾ വലിയ തിരയായിരിക്കും നമ്മുടെ മനസ്സിൽ നിറഞ്ഞു പൊന്തിക്കിടക്കുന്നത്. ആ സുനാമി തിരയിൽ സമരത്തിൻ്റെ സുനാമി തിരയിൽപ്പെട്ട് ഇവിടത്തെ അധികാരവർഗവും ഇതിനെതിരെ നിൽക്കുന്നവരെല്ലാം തെറിച്ച് ചാമ്പലായി പോകുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ സമരത്തിന് ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ സമയവും നിങ്ങളുടെ വീട്ടിൽ ചെലവഴിക്കേണ്ട മണിക്കൂറുകളും നിങ്ങളുടെ അമ്മയോടൊപ്പം, നിങ്ങളുടെ സഹോദരങ്ങളോടൊപ്പം, നിങ്ങളുടെ മക്കളോടൊപ്പം നിങ്ങൾ ചെലവഴിക്കപ്പെട്ട അനേകം മണിക്കൂറുകൾ കഴിഞ്ഞ 2 വർഷമായി ഈ സമരം, 2.5 വർഷമല്ലേ ബെന്നി? 2 വർഷവും 9 മാസവുമായി ഈ സമരം ഇപ്പോഴാണ് നാട്ടുകാർ അറിഞ്ഞത് അല്ലേ? നാട്ടുകാരെന്ന് പറഞ്ഞാൽ ഈ ലോകം അറിയുന്നത്. സാരമില്ല, ഇപ്പോഴെങ്കിലും നമുക്ക് അറിയിക്കാൻ കഴിഞ്ഞല്ലോ. ഇതിനൊരു അവസാനമാണത്. ഇനി നമുക്ക് ധൈര്യമായിട്ട് എൻ്റെ വീട്, എൻ്റെ മണ്ണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭയവും കൂടാതെ നമുക്ക് നമ്മുടെ വീട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ മാറ്റി തീർക്കും. അത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. അത് നിങ്ങളൊരു ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാവിധ പിന്തുണകളും ഈ സമരം വിജയിക്കാനുള്ള എല്ലാ പ്രാർത്ഥനകളും അഭിവാദ്യങ്ങളും നേർന്നോട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബെന്നി, എനിക്ക് പേരറിയാവുന്ന നിരവധി പേരുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന ലോറൻസ് മാഷൻ, കൈമാറ്റ സാഹിത്യത്തിലുള്ള എൻ്റെ മാർക്ക് ഉൾപ്പെടെയുള്ള പ്രിയമുള്ളവർ, വളരെ ഭംഗിയായിട്ട് വരുന്നത്. നമ്മളോട് പ്രസംഗം പറയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാ ദിവസവും പ്രസംഗങ്ങൾ കേട്ട് ഇത് പറയുമെന്നുള്ളത്. പ്രസംഗം പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു ഐക്യദാർഢ്യം അറിയിക്കുകയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഇന്നലെ എല്ലാ ദിവസവും ഞാൻ വിഷയങ്ങൾ എനിക്ക് നേരിട്ട് ഇങ്ങനെ വരാൻ തുടക്കത്തിൽ വന്നെങ്കിലും പിന്നീടുള്ള പ്രദേശത്ത് വരാൻ സ്ഥലത്തില്ലാതെ എന്ന ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷേ എങ്കിലും ഞാൻ ഈ വിഷയത്തിൽ സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്, ചർച്ച ചെയ്യുമ്പോഴത്തേക്കും. ഇന്നലെ എന്നോട് അദ്ദേഹം വിളിച്ച് ഞങ്ങൾ തമ്മിലൊരു 2 തവണയായിട്ടൊരു 1.5 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. കേരളത്തിൽ തന്നെയുള്ള ആളാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഇത് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റുന്ന ഒരു സമരമായി മാറില്ലേ, അങ്ങനെ മാറുമോ എന്ന് ഞാൻ കരുതിയാണെന്നത്. അപ്പോൾ എൻ്റെ അഭിപ്രായം ചോദിച്ചു. മുനമ്പം വിഷയം എന്ന് പറയുന്ന ഈ വിഷയം യഥാർത്ഥത്തിൽ ഒരു 4-5 മാസമായിക്കോളല്ലോ ബെന്നി കോട്ടപ്പുറത്ത് വന്നപ്പോൾ. യഥാർത്ഥത്തിൽ ഇതൊക്കെ ഇങ്ങനെ മറവിയിൽപ്പെട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടെ വരുന്ന വാർത്തകളൊന്നും അപ്പുറത്തേക്ക് വരില്ല. പറവൂർ ഭാഗത്തേക്ക് വേറെ വാർത്ത വരുന്നു. ഈ കോട്ടപ്പുറത്തൊരു മീറ്റിംഗ് വന്നപ്പോൾ ബെന്നിയും സുഹൃത്തും കൂടിയാണ് ഞങ്ങൾ ആ മീറ്റിംഗ് തുടങ്ങി. ഞാൻ ഇവരെ കണ്ടപ്പോൾ ഇവരുടെ അടുത്ത് വന്നിരുന്നു. അപ്പോഴാണ് ഈ വിഷയം ഇവര് വീണ്ടും ഉന്നയിച്ചതും ആ യോഗത്തിൽ ഉന്നയിച്ചതും. അപ്പോഴാണ് വീണ്ടും ഈ പ്രശ്നം 2022 മുതൽ ഈ പ്രശ്നം വീണ്ടും വന്നതും ഈ പ്രശ്നങ്ങളും കോടതിയുടെ കാര്യങ്ങളൊക്കെ പൊതുവായിട്ടുള്ള രംഗത്തേക്ക് ഒരു അറിയാനുള്ള അവസരം ഉണ്ടായി. അപ്പോൾ 2 കൊല്ലം 9 മാസമായി പ്രശ്നം തുടങ്ങിയിട്ട്. പക്ഷെ തുടങ്ങിയിട്ട് ഒരു 5-6 മാസങ്ങൾക്ക് മുമ്പ് ഇതൊരു പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിച്ചെന്നുള്ളതാണ്. ഏതായാലും എനിക്കൊരു കാര്യം ശരിയാണ്, നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മുനമ്പം വിഷയം മാറിയിരിക്കുകയാണ്. അതിന് ഇവിടെ സാധാരണഗതിയിൽ നമ്മുടെ പോലുള്ള കടപ്പുറത്ത് കഴിയുന്ന ആളുകളുടെ വിഷയമൊന്നും മുഖ്യധാരാ മാധ്യമങ്ങൾ കണക്കിലെടുക്കാറില്ല, പരിഗണിക്കാറില്ല. കാരണം ഞാൻ ഈ മേഖലയിൽ 10-40 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഈ മേഖലയിലൂടെ ഞങ്ങൾക്ക് എത്രയോ പ്രാവശ്യമാണ് നടന്നേക്കുന്നത്. കേരളത്തിന്റെ ഇവിടെ മുതൽ മതിലകം വരെ നടന്നിട്ടുണ്ട്. കോഴിക്കോട് മുതൽ തിരുവനന്തപുരം നടന്ന ചരിത്രവും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്തൊക്കെ ഞങ്ങൾ നടന്നിട്ടുണ്ട് ഈ കടപ്പുറത്തിന്റെ പ്രദേശം. പക്ഷെ ഒരിക്കലും മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഏറ്റെടുത്തിട്ടില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞത്ത് സമരം നടന്നു. വിഴിഞ്ഞത്ത് സമരം നടന്നപ്പോഴും അവിടെയും മുഖ്യധാരാ മാധ്യമങ്ങളോ രാഷ്ട്രീയ കക്ഷികളോ ഈ വിഷയമൊന്നും ഇതിനേക്കാൾ ശക്തമായിട്ടുള്ള സംഘാടനങ്ങൾ കേരളത്തിൽ നടത്തിയിരുന്നു. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഇതുപോലെ സമരസഹായ സമിതികളൊക്കെ മുന്നോട്ട് പോയെങ്കിലും ഈ വിഷയമൊന്നും
പ്രധാനപ്പെട്ട വിഷയമായിട്ട് എടുക്കാൻ ആരും തയ്യാറായില്ലെന്നതാണ്. പക്ഷെ അതിന് പകരമായിട്ട് ഇന്ന് മുനമം സമരം ഇന്ന് കേരളത്തിലെ മാധ്യമരംഗത്തും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ്, നീതിയാണ്, അവകാശമാണ്, ജന്മാവകാശമാണ്. ആ അവകാശത്തെ വേണ്ട വിധത്തിൽ ഉന്നയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനെ ഞാൻ ഈ സമരസമിതി നേതാക്കന്മാരെ, പ്രത്യേകിച്ച് ബെന്നി ഉൾപ്പെടെയുള്ള എല്ലാവരും, ബെന്നിയുടെ പേര് മാത്രം ഞാൻ ഉന്നയിക്കുമ്പോൾ ബെന്നിയെ മാത്രം കേന്ദ്രീകരിച്ചെന്ന് പറയേണ്ട കാര്യമില്ല. ബെന്നി നമ്മുടെ ഒരു കൊച്ചു പയ്യനാണ്, മാറ്റി പറഞ്ഞത് സുഹൃത്താണ്. അവിടെ എല്ലാവരും അവിടെ പ്രതീക്ഷിക്കുന്നു. സെബാസ്റ്റ്യനുണ്ട്, ഞാൻ എല്ലാവരുടെയും പേരുകൾ ഉദ്ദേശിച്ചു. എനിക്ക് ധാരാളം പേരുടെ പേരുകളുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികളെ നിർണയിക്കുന്ന ഒരു ഈ കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന പുലിമുട്ട് എന്ന് പറയില്ലേ, ആ പുലിമുട്ട് പോലത്തെ ഒരു മുട്ടാണ് നിങ്ങൾ കെട്ടിയിരിക്കുന്നത്. ഈ പുലിമുട്ടിൽ തട്ടിക്കൊണ്ട് ആരൊക്കെ എന്തൊക്കെ കള്ളക്കഥകൾ പറഞ്ഞാലും അതൊക്കെ നമ്മൾ കെട്ടിയിട്ടുള്ള പുലിമുട്ട് തട്ടി തകർത്തുകൊണ്ട് വരികയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്ന് എല്ലാവരും മാർട്ടിൻ സൂചിപ്പിക്കുന്നുണ്ടായി, എന്നെ മാർട്ടിൻ സൂചിപ്പിക്കുന്നുണ്ടായി, എല്ലാ ആളുകളും നമ്മുടെ കൂടെ വരുന്നുണ്ട്. കുറെ കാലം മുമ്പ് നമ്മുടെ കൂടെ നിൽക്കാൻ നമ്മൾ ഉന്നയിക്കുന്ന കടപ്പുറത്തിന്റെ വിഷയങ്ങള് മുഖ്യധാരാ മേഖലയിലേക്ക് ഉന്നയിക്കാൻ തയ്യാറായിരുന്ന ആളുകള്, അപ്പുറത്തൊന്ന് പാരപിടി വെച്ച് ഇരുന്ന ആളുകള്, ഈ ആളുകളെല്ലാം തന്നെ ഇന്ന് നമ്മുടെ കൂടെ കടന്നു വരിക. കാരണം ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മച്ചിമാരെയും മുക്തകണ്ഠം പ്രശംസിക്കാം. രണ്ടാമത് ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് ഉദ്ദേശിക്കുന്നത്, ഈ മേഖലയിൽ നടക്കുന്ന സമരം ഒരു മതത്തിന്റെയോ ജാതിയുടെയോ അടിസ്ഥാനത്തിൽ നടക്കുന്ന ഒരു സമരമല്ല ഇത്. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഇത് വൈദികർ നടത്തുന്ന സമരമാണ്, അല്ലെങ്കിൽ വേറെ ചില ആളുകൾ നടത്തുന്ന സമരമാണ്, ഇത് അതൊന്നുമല്ല. ഈ ബെന്നിയുടെ ചർച്ചകളിൽ ഞാൻ വളരെ സാമൂഹികം ശ്രദ്ധിക്കാറുണ്ട്. യാത്രയിലാണെങ്കിലും മിക്കവാറും തന്നെ യാത്രകളിലാണ്, ഇപ്പോൾ മൊബൈലിൽ നമുക്ക് ഇതെല്ലാം കിട്ടുന്നതുകൊണ്ട് യാത്രകളിലാണ് ശ്രദ്ധിക്കാറുള്ളത്. ആ ചർച്ചകളിലൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ പ്രശ്നം പരിഹരിച്ചാൽ മതി. ഇതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണ്, അതിന്റെ നിയമങ്ങളും നൂലാമാലകളും ഒക്കെ നമുക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ച് വളരെ എന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതിന്റെ ഗതിവിഗതികൾ മുഴുവൻ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ അകത്ത് കള്ളക്കളി നടത്തിയിരിക്കും ജസ്റ്റിസ് അദ്ദേഹത്തിന്റെ നിസാർ കമ്മീഷൻ, ജസ്റ്റിസ് നിസാറിന്റെ കമ്മീഷൻ. ജസ്റ്റിസ് നിസാർ യാതൊരു മര്യാദയുമില്ല, യാതൊരു ഉത്തരവാദിത്വമില്ല. ഒരു ജഡ്ജിയുടെ തലത്തിൽ നിന്നാണ്, ജില്ലാ ജഡ്ജിയുടെ തലത്തിൽ നിന്നിരുന്ന ഉദ്യോഗസ്ഥനാണ്. ആ ജില്ലാ ജഡ്ജിയുടെ തലത്തിൽ നിന്നൊരു ഉദ്യോഗസ്ഥൻ യാതൊരു തരത്തിലുള്ള അന്വേഷണവും കൂടാതെ ഈ ഭൂമി വക്കഫാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള അവകാശം എവിടെ നിന്ന് കിട്ടിയെന്നാണ് ചോദിക്കുന്നത്. ഒരു ന്യായവുമില്ല. നിസാർ കമ്മീഷന്റെ റിപ്പോർട്ട് വെബ്സൈറ്റിൽ ലഭ്യമാണ്, ഇപ്പോഴും ലഭ്യമാണെന്ന് എനിക്ക് അറിയില്ല. കാരണം ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ നമ്മളിതൊക്കെ മാറ്റി, ഇവർ വേണ്ടാന്ന് വെക്കുന്നുണ്ട് സർക്കാർ. ഏതില്ല വെബ്സൈറ്റിൽ ഇട്ടേക്കുന്ന കാര്യങ്ങളൊക്കെ പുറകോട്ട് പോയി പല കാര്യങ്ങളൊക്കെ മാറ്റി കളയുന്നുണ്ട്. പക്ഷെ ഞാൻ വായിച്ചിട്ടുണ്ട്. അതില് നിസാർ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് സ്ഥലം തന്ന ഫാറൂഖ് കോളേജ്, ഈ ഫാറൂഖ് കോളേജ് ഉന്നയിച്ച കുറെ ന്യായങ്ങളുണ്ട്. ഇത് വക്കഭൂമി അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഉന്നയിച്ച ന്യായങ്ങളുണ്ട്. ആ ഫാറൂഖ് കോളേജ് ഉന്നയിച്ച ന്യായങ്ങളൊന്നും പരിഗണിക്കാതെ നിസാർ പറഞ്ഞിരിക്കുന്ന കാര്യം, സ്റ്റേറ്റിന് ഇങ്ങനെ കൊടുക്കാനുള്ള ഒരു ഇന്റൻഷൻ ഉണ്ടായി എന്നാ പറയുന്നത്. ഇന്റൻഷൻ എന്തായാലും പറയുന്ന ഒരു തോന്നല്, വക്കഫാണെന്ന് കരുതാനുള്ള ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പറയുന്നത്. രൂപതാ നേതൃത്വം നമ്മുടെ
നാവുകൾ തളരില്ല, നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല, നമ്മുടെ കാലുകൾ തളരില്ല. പേര് പറഞ്ഞ് ഓടി ഒളിക്കാൻ നോക്കേണ്ട, ഓടി ഒളിക്കാൻ നോക്കേണ്ട, ഓടി ഒളിക്കാൻ നോക്കേണ്ട, ഓടി ഒളിക്കാൻ നോക്കേണ്ട. ചോര കൊടുത്തും നേടും ഞങ്ങൾ, ചോര കൊടുത്തും നേടും ഞങ്ങൾ, ചോര കൊടുത്തും നേടും ഞങ്ങൾ, ചോര കൊടുത്തും നേടും ഞങ്ങൾ. ഞങ്ങളുടെ ഭൂമി എന്നോർക്കണം, ഞങ്ങളുടെ ഭൂമി എന്നോർക്കണം, ഞങ്ങളുടെ ഭൂമി എന്നോർക്കണം, ഞങ്ങളുടെ ഭൂമി എന്നോർക്കണം. കുടിയാന്മാരല്ല ഞങ്ങൾ, കുടിയാന്മാരല്ല ഞങ്ങൾ, കുടികിടപ്പുകാരുമല്ല, 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 കുടികിടപ്പുകാരുമല്ല. ഞങ്ങൾ തന്നെ, ഞങ്ങൾ തന്നെ, ഞങ്ങൾ തന്നെ, ഞങ്ങൾ തന്നെ, ഞങ്ങൾ തന്നെ അവകാശികൾ. നമ്മുടെ നാവുകൾ തളരില്ല, നമ്മുടെ നാവുകൾ തളരില്ല. വൈകിട്ട് നമ്മുടെ ശക്തി ക്ഷയിക്കില്ല, ദിവസമായി നമ്മുടെ ശക്തി ക്ഷയിക്കില്ല, നമ്മുടെ ശക്തി ക്ഷയിക്കില്ല. ഈ പരിപാടിയിലേക്ക് സാഹോദര്യം മനുഷ്യാവകാശം, സാഹോദര്യം മനുഷ്യാവകാശം, സാഹോദര്യം മനുഷ്യാവകാശം. നിലനിൽക്കണം എന്നോളം, നിലനിൽക്കണം എന്നാളും, നിലനിൽക്കണം എന്നാളും, നിലനിൽക്കണം എന്നാളും. ഒറ്റയ്ക്കല്ല, 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 ഒറ്റയ്ക്കല്ല. മുനമ്പൻ ജനത ഒറ്റയ്ക്കല്ല, മുനമ്പൻ ജനത ഒറ്റയ്ക്കല്ല, മുനമ്പൻ ജനത ഒറ്റയ്ക്കല്ല, മുനമ്പൻ ജനത ഒറ്റയ്ക്കല്ല. സോദരങ്ങൾ ഞങ്ങൾ കൂടെയുണ്ട്, സോദരങ്ങൾ ഞങ്ങൾ കൂടെയുണ്ട്, സോദരൻ ഞങ്ങൾ കൂടെയുണ്ട്, സോദരൻ ഞങ്ങൾ കൂടെയുണ്ട്. പോരാട്ടത്തിൻ തീക്കനലായി, പോരാട്ടത്തിൻ തീക്കനലായി, പോരാട്ടത്തിൻ തീക്കനലായി, പോരാട്ടത്തിൻ തീക്കനലായി. രൂപത മൊത്തം കൂടെയുണ്ട്, രൂപത മൊത്തം കൂടെയുണ്ട്, രൂപത മൊത്തം കൂടെയുണ്ട്, രൂപത മൊത്തം കൂടെയുണ്ട്. വിജയം വരെയും സമരം ചെയ്യും, വിജയം വരെയും സമരം ചെയ്യും, വിജയം വരെയും കൂടെയുണ്ട്, വിജയം വരെയും കൂടെയുണ്ട്. നമുക്കൊരു ഒറ്റയാൽ പോരാളി ഇവിടെ വന്നിട്ടുണ്ട്. ഇടവനക്കാട് നിന്ന് ഒരു അപ്പച്ചൻ, കോട്ടൂർ ബാബുലി എന്നാണ് പേര്. ഏറെ സ്നേഹത്തോടെ അപ്പച്ചനെയും സ്വാഗതം ചെയ്യുന്നു.